പുതിയ എടുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് നിലം വിരിച്ച് തുടങ്ങാൻ പോകാം കേട്ടോ. നമ്മളെ ഹാളൊക്കെ അടിച്ച് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി എംസാൻ കൊണ്ടുപോയി സിമെൻ്റ് ഇട്ട് മറിക്കാൻ പോകട്ടോ. വാട്ടർ ലെവലിംഗ് ഒക്കെ ശരിയാക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ സിമെൻ്റ് ഇടും. സിമെൻ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഉമ്മാൻ നടത്തുക. വെച്ച് സെറ്റാക്കാം കേട്ടോ. മാലൊക്കെ വെച്ചിട്ട് ആ കുമ്മായൊക്കെ തള്ളി തുടങ്ങിയിട്ടുണ്ടേ. ഒരു ചെറിയ ഭാഗം കൂടി കുമ്മായിട്ട് സെറ്റാക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ ഒക്കെ മട്ടം വെച്ച് സെറ്റാക്കാം കേട്ടോ. 4x2 ടൈലാട്ടോ അവിടെ ഓടിക്കാൻ പോണേ. വീതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീതി ഇതാ പകുതി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡൈനിങ് ഹാളിൻ്റെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാളാട്ടോ ഒന്ന് വിരിച്ച് നല്ല ഡൈനിങ് ഹാളാട്ടോ വിരിച്ചത്. അപ്പോൾ ഒന്ന് ഈ റൂമിലേക്ക് ആട്ടോ നിൽക്കാൻ പോണേ. അപ്പോൾ ഈ റൂം ക്ലീനാക്കി കുമ്മായം കൂട്ടി സെറ്റാക്കാം കേട്ടോ. കുമ്മായൊക്കെ മറിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി മാല് വെച്ച് പണി തുടങ്ങാൻ പോകട്ടോ. നമ്മൾ ആ കുമ്മായൊക്കെ ഇട്ട് തള്ളി തുടങ്ങിയിട്ടുണ്ടേ. നമ്മളെ റൂമൊക്കെ തള്ളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മട്ടം വെച്ച് ടൈലൊട്ടിച്ച് തുടങ്ങാൻ പോകട്ടെ. ഇനി ടൗട്ടൊക്കെ ഒഴിച്ച് തുടങ്ങിട്ടോ. ടൈൽ വെക്കാൻ പോവാണേ. ഭാഗം തട്ടിപ്പോലെ നമ്മളെ റൂമത്തെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടി വെക്കാൻ പറ്റത്തോളെ. നമ്മൾ കഴിഞ്ഞാൽ റൂമത്തെ പരിപാടി കഴിയും. കിച്ചണാട്ടോ വിരിക്കാൻ പോണേ. അങ്ങനെ നമ്മളെ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കിച്ചണിൻ്റെ ഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2x2 വുഡ് ടൈലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ സെറാമിക് ടൈലാണ്. കിച്ചണിൻ്റെ ഭാഗം അത്ര ഏരിയ ആട്ടോ നമ്മൾ ഇന്ന് ഒട്ടിക്കണേ. ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈ കിച്ചണിൻ്റെ ഇത്രയും ഏരിയയും നമ്മളെ ബെഡ്റൂം ആട്ടോ ചെയ്ത്. അപ്പോൾ എന്നാൽ ഈ റൂമും പിന്നെ കിച്ചണിൻ്റെ ബാക്കിയാട്ടോ ചെയ്യുന്നത്.